ഇതെന്തപ്പാ ഈ സാധനം ഉരുണ്ട് കിടക്കുന്നേ എന്ന് ചിന്തിക്കണ്ട. ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ വേഗം എടുത്തോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തൊലിയൊന്ന് പീൽ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയ ജാറിൽ കുറച്ച് പാലോ വെള്ളമോ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാട്ടോ. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാല് തന്നെ ചേർത്ത് അരച്ചെടുക്കുക. ഇനി ഇതിനെ നമ്മളൊരു പാനിലേക്ക് ചേർക്കുക. കുറച്ചും കൂടെ ആവശ്യത്തിന് പാല് ചേർക്കുക. ഒരു 1/4 കപ്പോളം ചേർത്തോട്ടോ. ഒരുപാട് പാല് ചേർക്കാൻ നിൽക്കണ്ട. വെള്ളാണെങ്കിൽ അത് പിന്നെ മധുരം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ റമളാന് ഓയിലും ഷുഗറും മാക്സിമം കുറച്ചിട്ടുള്ള സ്നാക്സും ഡ്രിങ്ക്സും ഐറ്റംസ് ആണ് ഞാൻ ഇതിലേക്ക് നമ്മൾ കുറച്ച് റവ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അത് കുഴച്ചെടുത്ത് നല്ല ബോൾസ് ആക്കിയിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അത് മാറ്റി വെച്ച് വേറൊരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിക്കുക, നട്ട്സ് ഇടുക, പാൽ ആവശ്യത്തിന്, മധുരം ആവശ്യത്തിന്, പിന്നെ ഏലക്ക പൊടി ഒരു 1/4 ടീസ്പൂണോളം സോൾട്ട് ചേർക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിന് കുറുക്കിന് ആവശ്യത്തിന് നമ്മൾ കോൺഫ്ലവറും കൂടെ ചേർക്കുക. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ബോൾസും കൂടെ ചേർത്തൊന്ന് വേവിച്ചാൽ റെഡി.